ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ 19 വയസ്സുകാരി 31 വയസ്സുകാരനായ സൈക്കോളജിസ്റ്റിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിമർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവർ തമ്മിലുള്ള ആ ഏജ് ഗ്യാപ്പ് ആണോ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആ കുറച്ച് ആൾക്കാർക്ക് പ്രശ്നം, അതോ ഇവർക്കൊന്നും പെണ്ണോ ആണോ കിട്ടാത്തതിനുള്ള കടിയാണോ എന്ന് എനിക്കറിയില്ല. നാളെ ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് കുഴപ്പം വന്നാലും വീട്ടിൽ എത്തിക്കന്നെ പറയും മോളെ ജീവിതം അങ്ങനെയൊക്കെയാണ് എന്ന്. ഇത് നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് കല്യാണം കഴിച്ചാലും അവർ പറയും നീയായിട്ട് തിരഞ്ഞെടുത്തല്ലേ എന്ന്. അപ്പൊ എല്ലാം കണക്കന്നെയെന്ന് എനിക്കും പറയാൻ പറ്റും. ഇവിടെ അവള് കൃത്യമായിട്ട് തീരുമാനമെടുത്തു, കല്യാണം കഴിച്ചു. അതിന് ബാക്കിയുള്ളവർക്ക് കടന്ന് ചൊറി പൊട്ടേണ്ട ആവശ്യം ഒന്നുമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കോളേജിൽ പോയ കുട്ടി അവനുമായി ഒളിച്ചോടുകയായിരുന്നുവെന്നും വിവരം ഫോണിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും സഹോദരന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയും യുവാവും തമ്മിലുള്ള പ്രായവ്യത്യാസവും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. 19 വയസ്സ് വിവാഹം കഴിക്കാനുള്ള ശരിയായ പ്രായമല്ല. 31 വയസ്സുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഭാവിയിൽ അത് പ്രശ്നമായേക്കാമെന്നും പോസ്റ്റിലുണ്ട്. അവളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി എന്തുണ്ടായാലും അത് അവൾ ഒറ്റയ്ക്ക് നേരിടണമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. കുടുംബത്തെ സംബന്ധിച്ച് ഇതൊക്കെ നോക്കുമ്പോ വിഷമുണ്ടാവും. പക്ഷെ ഒരു കാഞ്ചനമാല മൊയ്തീൻ എന്നൊരു ലെവലുള്ള ഒരു കുടുംബമാണെങ്കിൽ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിരുന്നാലും അത് അവളുടെ സ്വന്തം ലൈഫാണ്. തീരുമാനം എടുക്കേണ്ടത് അവളാണ്, അല്ലാതെ സോഷ്യൽ മീഡിയയോ ബാക്കിയുള്ളവരോ അല്ല. എനിക്ക് പറയാനുള്ളത്, രാവിലെ 7 മണിയാകുമ്പോൾ ഒരു സ്വിഫ്റ്റ് കാറിൽ ഇതേപോലെ ചന്ദനക്കുറിയും മുണ്ടൊക്കെ എടുത്ത് വന്നിട്ട് മുമ്പില് പട്ടി ബിസ്ക്കറ്റും പിന്നെ പാലൊഴിച്ച ചായയും കൊടുത്തിട്ട് ഒരു പെണ്ണ് വരും. പൊളി സാധനം. അപ്പോ 2 ദിവസം കൊണ്ട് പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് പോകുന്ന ആൾക്കാരെ എനിക്ക് പുച്ഛമുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിപ്പോ ഇങ്ങനെ ഉറപ്പിച്ചാണെങ്കിലും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുകയാണെങ്കിലും നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ നല്ല പ്രയാസമാണ്. കുറെ ആൾക്കാർ പറയും അറേഞ്ച് മാരേജ് ആണ് നല്ലത്, കാരണം കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാലും 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയാൽ മതിയല്ലോ എന്ന്. ഈ 2 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇവരുടെ നല്ല സ്വഭാവം മാത്രം തന്നെ കാണിക്കുള്ളൂ. അത് അറേഞ്ച് ആണെങ്കിലും ലവ് ആണെങ്കിലും അത് കല്യാണം കഴിഞ്ഞിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിന് പിന്നാലെയാണ് പോസ്റ്റിന് മറുപടിയും ആളുകൾക്ക് വിശദീകരണവും നൽകി ദേവപ്രിയ രംഗത്തുന്നത്. വിവാഹത്തിന് ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും തീരുമാനം തന്റേതാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. തങ്ങളുടെ സൗഹൃദം പ്രണയമായി മാറി. വീട്ടുകാരെ അറിയിച്ചെങ്കിലും സമ്മതിച്ചിരുന്നില്ല. ഇതിനു പുറമെ മാനസികമായി പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായും സഹനത്തിനൊടുവിലാണ് വിവാഹം കഴിച്ചതെന്നും പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. തങ്ങൾക്കിടയിലുള്ള പ്രായവ്യത്യാസത്തെപ്പറ്റി സംസാരിച്ചതായും ഉചിതമായി കൈക്കൊണ്ട തീരുമാനമാണിതെന്നും വിശദീകരിക്കുന്നു. വിവാഹം തന്റെ ഭാവിയെ ബാധിക്കില്ലെന്നും പോസ്റ്റിൽ ദേവപ്രിയ പറഞ്ഞുവെക്കുന്നു. ഇറ്റ്സ് ദേവപ്രിയ എന്ന പുതുതായി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലാണ് പോസ്റ്റ് ഇട്ടത്. പോസ്റ്റിന് പുറമെ വിവാഹ വീഡിയോകളും അക്കൗണ്ടിലും. ഇത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ ഈ 10-12 വയസ്സ് ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ആൾക്കാർ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. 19-കാരിക്ക് വരെ 31-കാരനോ. യൂട്യൂബർ ദേവപ്രിയയുടെ വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ വിമർശനം. വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി വിവാഹം കഴിക്കേണ്ടി വന്നതിനു പിന്നിലെ കാരണങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇൻഫ്ലുവൻസറും യൂട്യൂബറുമൊക്കെയായ ദേവപ്രിയ. ഈ വിവാഹത്തിന് സമ്മതം നൽകുവാൻ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. പ്രായവ്യത്യാസം മാത്രമല്ല പ്രശ്നമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല പ്രശ്നങ്ങളുമുണ്ടെന്നും അത് പരസ്യമാക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ദേവപ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദീർഘമായ കുറിപ്പിൽ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ദേവപ്രിയയുടെ കുറിപ്പിന് പിന്നാലെ മറുപടിയുമായി ദേവപ്രിയയുടെ സഹോദരൻ രംഗത്ത് വന്നു. 17 വയസ്സുള്ള കുട്ടിയോട് മുതിർന്ന ഒരു വ്യക്തി നടത്തുന്ന വിവാഹ അഭ്യർത്ഥനയെ ശരിക്കും പ്രണയമെന്ന് വിളിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് സഹോദരന്റെ പോസ്റ്റ്. അതേസമയം 19-കാരിയും LLB വിദ്യാർത്ഥിയുമായ ദേവപ്രിയ ഇക്കഴിഞ്ഞ ഡിസംബർ 17-നാണ് വിവാഹിതയായത്. 31-കാരനായ സൈക്കോളജിസ്റ്റ് ജിഷ്ണു കെ മനോജിനെയാണ് ദേവപ്രിയ വിവാഹം കഴിച്ചത്. ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസം ഏറെ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. വിമർശിക്കുന്നവരെ അവിടെ വിമർശിച്ചുകൊണ്ടിരിക്കും. അവരുടെ ലൈഫ് ഒന്നുമല്ലല്ലോ. നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. അത് അവളവിടെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്വയം. എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, റീൽസ് കണ്ടിട്ട് അവരുടെ റിയൽ ലൈഫ് വിലയിരുത്തരുത്. കുറെ ആൾക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന കണ്ടന്റ് ആയാലും അവന്റെ ഒക്കെ കണ്ടന്റ് കണ്ടോ, അവനൊക്കെ എന്ത് സ്വഭാവം എന്നുള്ള ലെവലിൽ. ഇത് റീലാണ്. നമ്മൾ ഇവിടെ സോഷ്യൽ മീഡിയയിലാണ്, ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്ക് എല്ലാത്തിലും പങ്കുവെക്കുന്നത് ജസ്റ്റ് റീലാണ്. അതായത് നമുക്ക് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കഴിവുണ്ടാവുകൊണ്ട് അവള് ചെയ്യുന്നു. അപ്പൊ അത് വെച്ചിട്ട് എന്തായാലും അവളെ വിലയിരുത്താൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെ ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അവളെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും വിലയിരുത്തരുത്. റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു. ദിസ് മീ സുധി ടോക്സ് സൈനിങ് ഓഫ്.